ഇന്ന് ഉണക്കച്ചെമ്മീൻ കൊണ്ടൊരു സമ്മന്തി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ചെമ്മീൻ എടുത്ത് ഞാനത് ചൂടാക്കുവാണ് കേട്ടോ. നന്നായി ചൂടാക്കണം. നന്നായി ചൂടായതിന് ശേഷം ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് തേങ്ങ, വറ്റൽമുളക്, മല്ലി, വലിയ പൊടിക്കാത്ത മല്ലിയാണ്, വലിയ മല്ലിയാണ്, അത് രണ്ടും കൂടെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കൊഞ്ചെടുത്തിട്ട് ഞാൻ വെള്ളത്തിനകത്തിലിട്ടതാണ്. അതിൻ്റെ മണ്ണും അഴുക്കുമൊക്കെ കളഞ്ഞ് ശേഷം വെള്ളത്തിലിട്ടതാണ്. അപ്പോഴേക്കും നമ്മളുടെ തേങ്ങ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കഴുകി വെച്ച കൊഞ്ച് ഇട്ട് ഫ്രൈ ചെയ്യണം. അത് നല്ലതായിട്ട് ഫ്രൈ ചെയ്യണം. വെള്ളത്തിലിട്ട് കഴുകുന്നുണ്ടെങ്കിൽ നമ്മളത് നല്ല 2-3 പ്രാവശ്യം കഴുകി കഴിഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മുടേത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. ഇങ്ങനെ പൊടിച്ചു വെച്ചിരിക്കുന്ന സമ്മന്തി നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നന്നായിട്ട് പൊക്കോളും. ചോറ് പൊതി കെട്ടുന്നതിനുമൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാനെല്ലാം ആ മിക്സിയുടെ ജാറിനകത്തിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, കാശ്മീരി മുളക് പൊടി. അപ്പം ഞാൻ ഇത് പൊടിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തിൽ ഞാൻ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, പൗഡറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുവാണേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കൊഞ്ച് ചെമ്മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം നമ്മൾക്കും അത് കഴിക്കാനൊരു സുഖമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്തതിന് നന്ദി. ബായ്.